ഹണിമൂണിന് ഒരു സ്ഥലത്ത് പോയി. ആ സ്ഥലപ്പേര് കേട്ടാൽ നിങ്ങൾ തന്നെ പറയും ഇത് അറാൻ പറ്റിയതാണെന്ന്. സ്ഥലപ്പേരെന്ന് പറഞ്ഞു. പെറു. ഞങ്ങൾ പെറുവിന് പോയി. പെറുവിൽ നിന്ന് തിരിച്ചിവിടെ വന്നപ്പോൾ ഇവള് ചറ പറ പെറുവാ. എനിക്ക് ഒരു റെസ്റ്റും കിട്ടിയിട്ടില്ല. അല്ല പക്ഷെ ചെയ്യുമല്ലേ? അതെ, നിങ്ങൾക്കൊന്ന് മാറി നോക്കിക്കൂടായിരുന്നു? അതും ചെയ്തു. ജൂൺ ജൂലൈ മാസത്തിൽ റോജാപ്പൂക്കൾ കളി അങ്ങോട്ടേക്ക് വരില്ലേ? ഏപ്രിൽ അടി. അങ്ങനെ അപ്പൊ ഞങ്ങളൊന്ന് മാറി നിന്നു. ഞാനൊന്ന് മാറി നിന്നു. ഞാൻ ഡൽഹിക്ക് വണ്ടി കയറി. ഡൽഹിക്ക് പോയപ്പോ 9 മാസം കഴിഞ്ഞപ്പോ അവളൊരു വിളി, ചേട്ടാ സക്സസ്. അതല്ലേ അതിന്റെ കോമഡി. ഞാൻ പറഞ്ഞു, ഞാൻ ഡൽഹിക്ക് ഇറങ്ങിയില്ലേ, ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ ഫോണിന് ചാർജ് ഇല്ല. ചാർജ് ചെയ്യാന്ന് വെച്ചെടുത്തപ്പോ ചാർജർ എടുത്തില്ല. ഞാൻ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു. ഒരു 1 മണിക്കൂർ കുത്തിയിട്ടു. അതിനുശേഷമാണ് ഞാൻ പിന്നെ ഡൽഹിക്ക് പോയത്. ചാർജ് ഇതെന്താണ് നമ്മൾ ഓരോ ചിരിക്കരുത് അല്ലേ? എത്ര മിനിറ്റാ കുത്തിയിട്ട്? അരമണിക്കൂർ കുത്തിയിട്ട് ചേട്ടന് ഉടനെ തന്നെ ചാർജർ മറക്കാതെ എടുത്തോണ്ട് പോവുകയും 9 മാസം ഇവിടെ വന്നപ്പോ ഇരട്ട കുട്ടി എന്ത് ചെയ്യുമെന്ന് അരമണിക്കൂർ കൊണ്ട്. എന്റെ അമ്മേ, ഈ ജൂൺ ജൂലൈ ചേട്ടൻ വീട്ടിൽ നിന്നിട്ട് ചേച്ചി ദൂരത്തോട്ട് പോകും. അയ്യോ അങ്ങനെ നോക്കി. പിന്നെ അതും നോക്കി. ഇനി ഒരു സ്ഥലത്ത് കൊണ്ടുപോകത്തില്ല. എല്ലാരും അടങ്ങി നിന്നില്ലെങ്കിൽ അവിടെ ഇരിക്കും. ഡിസംബർ 2 വീക്ക് അച്ഛന് ഭയങ്കര പേടിയാ. ഇത് അവരിച്ചിരി വെള്ളം കുടിച്ചോട്ടോ. വീട് മുഴുവൻ കലണ്ടർ അല്ലേ? അല്ല, ഞാനും ചേട്ടനെ വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ എന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി, ചെന്നൈക്ക്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ചേട്ടന്റെ ചാർജർ മറന്നെടുത്തോണ്ട് പോയി. അത് ശരി. പിന്നെ ചേട്ടൻ ആ ചാർജർ വാങ്ങിക്കാൻ വേണ്ടിട്ട് ചെന്നൈക്ക് വന്നു. വീണ്ടും അരമണിക്കൂർ ചാർജ് പരിപാടി. ചാർജർ മറക്കുക, കുത്തിയിടുക. ഇത് അത്യാവശ്യമായിട്ട് ഒരു പവർ ബാങ്ക് മേടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ മൊബൈലൊക്കെ കാണാം, ഉപേക്ഷിക്ക്. പവർ ബാങ്ക് പവർ ബാങ്ക് വാങ്ങിക്കാൻ ചാർജർ ചോദിക്കാൻ പോയതാണ്.